ചേട്ടാ എനിക്ക് ദുബൈയിലാണ് ജോലി ശരിയായിരിക്കുന്നത്. ഫ്രണ്ട് ത്രൂ ആയിരുന്നു അവിടെ വേക്കൻസി ഉണ്ടെന്ന്. പിന്നെ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് നമ്മൾ CV സബ്മിറ്റ് ചെയ്ത് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതും പാസ്സായി. അങ്ങനെയാണ് ജോലി സെറ്റായത്. ഞങ്ങൾ ചെയ്തു കൊടുത്ത ഈ റെസ്യൂമിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാൻ സഹായമായെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇതായിരുന്നു ഞങ്ങൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുത്ത റെസ്യൂമിൻ്റെ ഫോർമാറ്റ്. ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പേരിൻ്റെ തൊട്ട് താഴെ തന്നെ സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തു. വെൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ലിങ്ക് ആഡ് ചെയ്തു. കസ്റ്റമർ വിസിറ്റിംഗ് വിസയിലാണ് ജോബ് സെർച്ച് ചെയ്യുന്നത്, അപ്പോൾ ആ കാര്യം മെൻഷൻ ചെയ്തു. പ്രൊഫൈലിൽ 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് കസ്റ്റമറിന് സ്റ്റോർ കീപ്പറിൽ, അപ്പോൾ ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് കീവേഡ്സുകൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അംബീഷനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതിൽ കൊടുത്തു. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സ്റ്റോർ കീപ്പറിലാണ്, അപ്പോൾ അത് മെൻഷൻ ചെയ്തു. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്ന കുറച്ച് കീവേഡ്സുകൾ ആഡ് ചെയ്തിട്ടാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. വേറെ പ്രൊഫഷണൽ സ്കിൽസിൽ വരുന്ന എല്ലാ സ്കിൽസും നമ്മൾ ആഡ് ചെയ്ത് സ്റ്റോർ കീപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്കിൽസിൽ കസ്റ്റമറിന് അറിയാവുന്ന ഓട്ടോകാഡ്, 3D Max, MS Office, Oracle എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തു. ബാക്കി എക്സ്പീരിയൻസ് ഒന്നും കസ്റ്റമറിന് സ്റ്റോർ കീപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, പക്ഷെ എന്നാലും നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്തത് സ്റ്റോർ കീപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സാധാരണ ഒരു റെസ്യൂമിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു റെസ്യൂമിൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതാണ് എൻ്റെ ഒരു ഫൈൻഡിങ്സ് ഇവർക്ക് ജോലി കിട്ടാനുള്ള കാരണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.